ഇൻസ്പയർ 2024 ഒട്ടനവധി അച്ചീവേഴ്സിനെ സ്റ്റേജിൽ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ഈ കാലഘട്ടത്തിൽ ധാരാളം വ്യക്തികൾ പുതിയ പുതിയ റാങ്കിലേക്ക് പ്രവേശിച്ച വ്യക്തികളുണ്ട്. സ്റ്റാർ ഡിസ്ട്രിബ്യൂട്ടർ മുതൽ ബ്രാൻഡ് ന്യൂ കോർഡിനേറ്റർ, ടീം കോർഡിനേറ്റർ വരെ ഈ കാലഘട്ടത്തിൽ കഴിഞ്ഞ ഒരു 4 മാസത്തെ കാലഘട്ടത്തിൽ GRP ബിസിനസ് ഗ്രൂപ്പിൽ പുതിയ അച്ചീവേഴ്സ് ഉണ്ടാക്കാനായിട്ട് സാധിച്ചു. എല്ലാ റാങ്ക് അച്ചീവേഴ്സിനും ബ്രാൻഡ് ന്യൂ കോർഡിനേറ്റർ, ടീം കോർഡിനേറ്റർ ഈ കടുകുത്തൽ നമ്മുടെ മുന്നിൽ തന്നെയുണ്ട്. അശോകൻ സർ ആലുവ, നാഷണൽ ടീം കോർഡിനേറ്റേഴ്സ് ശ്രീജിത് സർ പെരിപ്പാവൂർ, മിസ്റ്റർ ശ്രീരാജ്, അടുത്ത ആള് CPC ആയില്ലോ അല്ലേ അശോകൻ സാർ, ഓൾ റീജിയണൽ ടീം കോർഡിനേറ്റേഴ്സ്, മറ്റു സീനിയർ ലീഡേഴ്സ്, ലൈഫ് സ്റ്റൈൽ ഫാമിലി മെമ്പേഴ്സ്, ആദ്യമായിട്ട് ഈ ബിസിനസ് അവസരം കേൾക്കുന്ന പുതിയ വ്യക്തികളെ സ്നേഹമുള്ളവരെ, ആദ്യമായിട്ട് ഇത്രയും മനോഹരമായിട്ടൊരു പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിക്കാനായിട്ട് നേതൃത്വം കൊടുത്ത GRP ബിസിനസ് ഗ്രൂപ്പിന്റെ എല്ലാ ലീഡേഴ്സിനും എൻ്റെ അഭിനന്ദനങ്ങൾ, അനുമോദനം. കാര്യം എന്ന് പറയുന്നത്, ഇന്ന് ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ നമ്മുടെ കമ്പനി ഇന്ത്യയിൽ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് ഒട്ടനവധി ഇന്ത്യൻ കമ്പനികളും വിദേശ കമ്പനികളും ഡയറക്ട് സെല്ലിംഗ് ബിസിനസ് ഇന്ത്യയിൽ ചെയ്യുന്ന ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ കമ്പനി 10 വർഷം പൂർത്തീകരിച്ച് 11ാം വർഷത്തിൽ പ്രവേശിച്ച സമയത്ത് തന്നെ ഇന്ത്യയിലെ നമ്പർ 1 ഡയറക്ട് സെല്ലിംഗ് കമ്പനിയായിട്ട് മാറാനായിട്ട് സാധിച്ചു. മാത്രമല്ല, ഇന്ന് ഇന്ത്യയിൽ പരിശോധിക്കുന്ന സമയത്ത് ഏറ്റവും ഷോർട്ട് പീരീഡ് കൊണ്ട് ഏറ്റവും ഫാസ്റ്റായിട്ട് ഇന്ത്യയിൽ വളർന്ന ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് കോർപ്പറേഷൻ. അത് മാത്രമല്ല, ഇന്ന് ജീവിതത്തിലെ ഒട്ടനവധി സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും കംപ്ലീറ്റ് ചെയ്ത വ്യക്തികൾ ഓൾ ഓവർ ഇന്ത്യയിൽ പരിശോധിക്കുന്ന സമയത്ത് ഈ ഷോർട്ട് പീരീഡ് കൊണ്ട് 10,000 കണക്കിന് വ്യക്തികളാണ് ഇന്ത്യയിൽ ഉണ്ടായിരിക്കുന്നത്. അത് കേരളത്തിൽ വിഭിന്നമല്ല. 2016 ഏപ്രിൽ 4-ാം തീയതിയാണ് കേരളത്തിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. ഇന്ന് 8 വർഷം പൂർത്തീകരിച്ച് 9ാം വർഷത്തിലാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. കേരളത്തിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എറണാകുളം ജില്ലയിൽ മരട് എന്ന് പറയുന്ന സ്ഥലത്ത് ന്യൂക്ലിയസ് ബിൽഡിംഗിൽ ഒരു ഓഫീസും തൊട്ടടുത്തൊരു സ്റ്റോറുമായിട്ടാണ് നമ്മുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. ഇന്ന് ഈ 8 വർഷം പൂർത്തീകരിച്ച് 9ാം വർഷത്തിൽ കേരളത്തിൽ ബിസിനസ് പരിശോധിക്കുന്ന സമയത്ത് ഇന്ന് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ എല്ലാ ഗ്രാമങ്ങളിലും നമ്മുടെ ബിസിനസ് വളരെ ശക്തമായിട്ട് വളർന്നിട്ടുണ്ട്. അത് മാത്രമല്ല, കേരളത്തിൽ നിന്ന് 1000കണക്കിന് വ്യക്തികൾ ജീവിതത്തിലെ വലിയ വലിയ സ്വപ്നങ്ങൾ കംപ്ലീറ്റ് ചെയ്ത വ്യക്തികളുണ്ട്. ഈ ഹാളിലും ഇന്ന് 100 കണക്കിന് വ്യക്തികൾ, മുൻനിരയിലിരിക്കുന്ന വ്യക്തികൾ അവരുടെ വലിയ വലിയ സ്വപ്നങ്ങൾ കംപ്ലീറ്റ് ചെയ്ത വ്യക്തികളാണ്. ഇന്ന് കേരളത്തിൽ ഒരു സ്റ്റോറിൽ നിന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് കേരളത്തിന്റെ എല്ലാ ജില്ലകളിലും 2, 3, 4 സ്റ്റോറുകൾ ഇന്ന് കേരളത്തിൽ പല ജില്ലകളിലുണ്ട്. നമ്മൾ എറണാകുളം ജില്ലയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇന്ന് എറണാകുളം ജില്ലയിൽ പരിശോധിക്കുകയാണെങ്കിൽ 4 സ്റ്റോറുകളുണ്ട്. കോലഞ്ചേരിയിലുണ്ട്, മൂവാറ്റുപുഴയുണ്ട്, അങ്കമാലിയുണ്ട്, ഫോർട്ട് കൊച്ചിയുണ്ട്. പല ജില്ലകളിലും 2, 3, 4 സ്റ്റോറുകളായി ഏകദേശം 30-ൽ കൂടുതൽ സ്റ്റോറുകൾ കേരളത്തിലുണ്ട്. ഇന്ന് കേരളത്തിൽ ഓരോ ഗ്രാമങ്ങളിലും നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന ലക്ഷക്കണക്കിന് സംതൃപ്തരായിട്ടുള്ള കസ്റ്റമേഴ്സ് നമുക്കുണ്ട്. സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ഇന്ന് കേരളത്തിന്റെ ഓരോ ഗ്രാമങ്ങളിലും നമ്മുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങി വീണ്ടും വീണ്ടും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് സംതൃപ്തരായിട്ടുള്ള കസ്റ്റമേഴ്സ് ഉണ്ട്. ഞാൻ ഈ ചുരുങ്ങിയ കാര്യങ്ങൾ സൂചിപ്പിക്കാൻ കാരണം, നമ്മൾ ഓരോ വ്യക്തികളും ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന, അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന കമ്പനിയുടെ സ്ഥാനം എവിടെയാണെന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ നമ്പർ 1 ഡയറക്ട് സെല്ലിംഗ് കമ്പനിയുമായിട്ട് അസോസിയേറ്റ് ചെയ്യാനുള്ള ഒരു ബാധ്യതയാണ്. ഇന്ന് വളരെ അഭിമാനത്തിന്റെ ഒരു ദിവസമാണ്. അത് മറ്റൊന്നുമല്ല, ഇന്ന് കുറെ മാസങ്ങളായിട്ട് കൃത്യമായിട്ട് ദീർഘവീക്ഷണത്തോടുള്ള പ്ലാനിംഗ് പദ്ധതി പ്ലാൻ ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ഇത്രയും കൃത്യമായിട്ട് വളരെ മനോഹരമായിട്ട് ഈ പ്രോഗ്രാം നടത്താനായിട്ട് സാധിക്കുന്നത്. നമുക്ക് ഈ പ്രോഗ്രാം കറക്റ്റ് ടൈം പാലിച്ചാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കറക്റ്റ് 5 മിനിറ്റ് മുൻപാണ് കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ വ്യക്തികളുടെ സഹകരണം ഉള്ളതുകൊണ്ടാണ് ഈ പ്രോഗ്രാം മനോഹരമായിട്ട് നടത്താനായിട്ട് സാധിക്കുന്നത്. ഇന്ന് നമ്മൾ ഓരോ വ്യക്തികളും ഈ ബിസിനസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ബിസിനസ്സിൽ അസോസിയേറ്റ് ചെയ്തിരിക്കുന്നതിന്റെ പ്രധാന ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത്, എന്റെ അഭിപ്രായത്തിൽ ജീവിക്കാൻ വേണ്ടിയല്ല ഈ ബിസിനസ്സിൽ ഓരോ വ്യക്തികളും ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. കാരണം പല വ്യക്തികളോട് സംസാരിക്കുന്ന സമയത്ത് ഇവിടെ ഈ ഹാളിൽ ഇരിക്കുന്ന വ്യക്തികൾ 40, 45, 50, 55, 60 വയസ്സിലൊക്കെ മുകളിലുള്ള വ്യക്തികൾ ഈ ഹാളിൽ. അവരെല്ലാവരും ഈ കാലഘട്ടത്തിൽ ജീവിക്കുകയായിരുന്നു. അവർക്ക് ജീവിക്കാനായിട്ട് മറ്റുള്ള മേഖലയിൽ, പല മേഖലയിൽ കൂടി വരുമാനമുള്ള വ്യക്തികളാണ്. ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ
ജീവിതത്തിലെ വലിയ വലിയ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും സംഭവിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ കമ്പനിയുടെ പ്ലാൻ പദ്ധതികളും പരിശോധിക്കുന്ന സമയത്ത് നമ്മൾ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന കമ്പനി റൈറ്റ് കമ്പനിയിലാണ് നമ്മൾ വ്യക്തികൾ അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം ഈ ബിസിനസ് അവസരം നമുക്ക് ഈ കമ്പനി തരുന്നത് 5 വർഷത്തേക്കോ 10 വർഷത്തേക്കോ അല്ല, തലമുറകളിൽ നിന്നും തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് അവസരമാണ് നമ്മുടെ കമ്പനി ഓഫർ ചെയ്യുന്നത്. ലോകത്തിലെ ജെനുവിൻ ഡയറക്ട് സെല്ലിംഗ് കമ്പനികളെല്ലാം തന്നെ ജനറേഷനിൽ നിന്ന് ജനറേഷനിലേക്ക് കൈമാറ്റം ചെയ്യാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റിയാണ് വരുന്നത്. നമ്മുടെ കമ്പനി വരുന്നത് തലമുറകളിൽ നിന്നും തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് അവസരമാണ്. അതിന്റെ കാരണം നമ്മൾ ഓരോ വ്യക്തികളും ഈ പറയുന്ന ജനറേഷനിൽ നിന്ന് ജനറേഷനിലേക്ക് കൈമാറ്റം ചെയ്യാൻ പറ്റുമോ എന്ന് പല വ്യക്തികൾക്കും സംശയം ഉണ്ടായിരുന്നു. 100% സാധിക്കും. അതിന്റെ കാരണം മനുഷ്യരുള്ളിടത്തോളം കാലം, ലോകമുള്ളിടത്തോളം കാലം ഈ ബിസിനസ് അവസരം നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതിന്റെ പ്രധാന കാരണം മനുഷ്യരുള്ളിടത്തോളം കാലം, ലോകമുള്ളിടത്തോളം കാലം ആവശ്യമുള്ള ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ കമ്പനി വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 100% നമുക്ക് തലമുറകളിൽ നിന്നും തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യാനായിട്ട് സാധിക്കും. അതിന് ഞങ്ങൾ എല്ലാ വ്യക്തികളെയും സീനിയർ ലീഡേഴ്സിനെ ഇൻസ്പയർ ചെയ്യുന്നത്, അതോടൊപ്പം തന്നെ ആത്മവിശ്വാസത്തിന്റെ അളവ് കൂട്ടിയ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഒരു 2 മാസങ്ങൾക്ക് മുൻപ് ഗോവയിൽ വെച്ച് ഒരു 3 ദിവസത്തെ ഒരു 3 ഡേ ക്യാമ്പ് ഉണ്ടായിരുന്നു. ഒരു വലിയ 5 സ്റ്റാർ റിസോർട്ടിൽ വെച്ചാണ് ആ പ്രോഗ്രാം നടന്നത്. ഇന്ത്യയിലുള്ള WTC ലീഡേഴ്സിന് മുകളിലുള്ള വ്യക്തികളെയാണ് ആ പ്രോഗ്രാമിലേക്ക് കമ്പനി ക്ഷണിച്ചത്. അത്തരത്തിലുള്ള വ്യക്തികൾ ഇന്ത്യയിൽ 100ഓളം വ്യക്തികൾ മാത്രമേ ഇന്ത്യയിലുള്ളൂ. ആ പ്രോഗ്രാമിൽ പങ്കെടുത്ത സമയത്ത്, ആ പ്രോഗ്രാം കഴിഞ്ഞ സമയത്ത് ഉണ്ടായ വലിയൊരു കോൺഫിഡൻസ് ആണ് ഉണ്ടായത്. അത് മറ്റൊന്നുമല്ല, തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് അവസരമാണ് നമ്മൾ ഓരോ ലീഡേഴ്സും പറയുന്ന സമയത്ത് ചില വ്യക്തികളൊക്കെ ചോദിക്കാറുണ്ട്, അതിന് നമ്മുടെ കമ്പനി സജ്ജമാണ്, 100% സജ്ജമാണ്. ആ പ്രോഗ്രാമിൽ നെക്സ്റ്റ് ജനറേഷൻ ഡയറക്ടേഴ്സ്, കമ്പനിയുടെ ഫാമിലി മെമ്പേഴ്സ്, ഓൾ ഓവർ ഇന്ത്യയിലുള്ള കമ്പനിയുടെ മാനേജ്മെന്റ്, റീജിയണൽ മാനേജർ, കമ്പനിയുടെ വൈസ് പ്രസിഡന്റ്, ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, ഇത്തരത്തിലുള്ള കമ്പനിയുടെ മാനേജ്മെന്റ് എല്ലാവരും പങ്കെടുത്ത ഒരു പ്രോഗ്രാമായിരുന്നു. ആ പ്രോഗ്രാമിൽ കമ്പനിയുടെ കൃത്യമായിട്ടൊരു പ്ലാനിംഗ് പദ്ധതിയും അവിടെ ഉൾപ്പെടുത്തി, അവിടെ പ്ലാൻ ചെയ്തു. അത് മറ്റൊന്നുമല്ല, ലോകത്തിലെ നമ്പർ 1 ഡയറക്ട് സെല്ലിംഗ് കമ്പനികളോ ഇന്ത്യയിലെ വലിയ വലിയ കോർപ്പറേറ്റ് കമ്പനികൾ പ്ലാൻ ചെയ്യുന്നതിനേക്കാൾ വലിയ ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള ഒരു പ്ലാൻ പദ്ധതിയാണ് നമ്മുടെ കമ്പനി പ്ലാൻ ചെയ്യുന്നത്. അതാണ് നമ്മുടെ കമ്പനിയുടെ ദീർഘവീക്ഷണം. 2030 വരെയുള്ള ഒരു പ്ലാനിംഗ് പദ്ധതിയാണ് കമ്പനി അവിടെ പ്ലാൻ ചെയ്യുന്നത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, 2030 ആകുന്ന സമയത്ത് നമ്മുടെ കമ്പനി പ്ലാൻ ചെയ്യുന്നത് 250ഓളം ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുക. അതിലേക്കാണ് കമ്പനി പ്ലാൻ ചെയ്യുന്നത്. ഓരോ വർഷങ്ങളിലും ഘട്ടം ഘട്ടമായിട്ട് ഉൽപ്പന്നങ്ങൾ വർദ്ധിപ്പിക്കുക. ഇപ്പൊ നമുക്കറിയാം 100ഓളം പ്രോഡക്റ്റുകൾ നമുക്കുണ്ട്. അത് 250ഓളം പ്രോഡക്റ്റുകളിലേക്ക് വർദ്ധിപ്പിക്കുക. ഓരോ വർഷത്തിലും പ്രോഡക്റ്റിന്റെ എണ്ണം കൂട്ടുക. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഡെയിലി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ധാരാളം കൺസ്യൂമർ പ്രോഡക്റ്റുകൾ കമ്പനി പ്ലാൻ ചെയ്യും. അതോടൊപ്പം തന്നെ ന്യൂട്രീഷൻ ഫുഡ് സപ്ലിമെന്റുകൾ, വെൽനസ് പ്രോഡക്റ്റുകളാണ് പ്ലാൻ ചെയ്യുന്നത്. അത് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ആ പറയുന്ന കാര്യം സംഭവിച്ചിരിക്കും. അതിന്റെ കാരണം, ഞാൻ ഈ ബിസിനസ് തുടങ്ങുന്നത് കമ്പനിയുടെ തുടക്കത്തിലാണ്. 2014 ഈ 13 ഈ ബിസിനസ് വന്നിരിക്കുകയാണ്. കാരണം അത് കേരളത്തിലുണ്ടായിരുന്നില്ല, കേരളത്തിന് പുറത്തുള്ള സ്റ്റേറ്റുകളിലായിരുന്നു ബിസിനസ് ചെയ്തത്. ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വെറും 10 ഉൽപ്പന്നങ്ങൾ മാത്രമേ ഈ കമ്പനി ഉണ്ടായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന പല വ്യക്തികളെ സംബന്ധിച്ചും ഈ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികള് മനസ്സിൽ ചിന്തിക്കുന്നുണ്ടായിരിക്കും, നമ്മളെ ഏറ്റവും കൂടുതൽ വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്ന എലമെന്റ്സ് എന്ന ബ്രാൻഡ് ഉണ്ടായിരുന്നില്ല. അതായത് ഓൺലൈനുണ്ട്, കുറച്ച് സോപ്പുകൾ, കൂടാതെ കർബൺ ടൂത്ത് പേസ്റ്റ്. ഇന്നത്തെ നമ്മുടെ ഏറ്റവും പ്രീമിയം പ്രോഡക്റ്റ് ആയ 95 കാൽക്കുലേക്ക് ഇങ്ങനെ 10 ഉൽപ്പന്നങ്ങൾ മാത്രം. ആ 10 ഉൽപ്പന്നങ്ങൾ ഇന്ന് 100ൽ കൂടുതൽ പ്രോഡക്റ്റുകളായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു ഈ ഘട്ടം ചെയ്യുന്ന സമയത്ത് അത് 250ൽ കൂടുതൽ പ്രോഡക്റ്റുകളായി മാറും. കമ്പനിയുടെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്ലാൻ എന്ന് പറയുന്നത്, ഒരു ഡിസ്ട്രിബ്യൂട്ടർ 30 മിനിറ്റ് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് ആവശ്യമായ PUCകളോ പിക്കപ്പ് സെന്ററുകളോ സ്റ്റോറുകളോ ഉണ്ടായിരിക്കുക. കേരളത്തിനെ സംബന്ധിച്ച് ഇന്ന് അരമണിക്കൂർ അല്ലെങ്കിൽ 45 മിനിറ്റ് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് ഉൽപ്പന്നങ്ങൾ കിട്ടാവുന്ന സൗകര്യമുണ്ട്. എറണാകുളം ജില്ലയിൽ ഏത് പ്രദേശത്തും 45 മിനിറ്റ് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോറുണ്ട്. കമ്പനി കേരളത്തിന് മാത്രമല്ല ഓൾ ഓവർ ഇന്ത്യയിൽ ഒരു ഡിസ്ട്രിബ്യൂട്ടറെ സംബന്ധിച്ച് ഒരു അരമണിക്കൂർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോറുകളുടെ എണ്ണം വർദ്ധിക്കുക, PUCകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക. ഇതാണ് ഉദ്ദേശിക്കുന്നത്. അടുത്ത പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ സർവീസുകൾ മെച്ചപ്പെടുത്തുക. കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്ന്
വലിയ രീതിയിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ KYC അതുപോലെ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ വിരൽത്തുമ്പിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സർവീസുകൾ മെച്ചപ്പെടുത്താൻ വേണ്ടി ഒരു പ്ലാൻ പദ്ധതിയാണ് കമ്പനി രൂപപ്പെടുത്തിയിരിക്കുന്നത്. സത്യത്തിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇന്ന് ഈ ബിസിനസ് സ്റ്റിക്ക് ഓൺ ചെയ്ത് പ്രവർത്തിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് വരാൻ പോകുന്ന ഒരു അവസരം എന്ന് പറയുന്നത് ഞങ്ങളെക്കാൾ ഏറ്റവും സുഗമമായിട്ട് ബിസിനസ് ചെയ്യാനുള്ള അവസരമാണ് കമ്പനി ചെയ്യുന്നത്. കാരണം ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കൂ, കാരണം പല വ്യക്തികളും എന്നോട് പറയാറുണ്ട്, ഇത്രയും പ്രോഡക്റ്റ് ഉള്ള സമയത്ത് എങ്ങനെയാണ് ഈ ബിസിനസ് ചെയ്തത്? കാരണം ഞങ്ങൾക്ക് 100 പ്രോഡക്റ്റ് ഉണ്ടല്ലോ. കാരണം ആ കാര്യത്തിൽ നിങ്ങളാണ് ബാക്കി വന്നാൽ, കാരണം 10 ഉൽപ്പന്നങ്ങളുള്ള സമയത്ത് ബിസിനസ് ചെയ്യുന്നതാണോ 100 കൂടുതൽ പ്രോഡക്റ്റ് ഉള്ള സമയത്ത് ബിസിനസ് ചെയ്യുന്നതാണോ ഏറ്റവും നമുക്ക് സുഗമമായിട്ട് ചെയ്യാൻ പറ്റുന്നത്? അത് 100ആണ്. ശരിയാണല്ലേ? കാരണം ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒരു വ്യക്തിയെ കാണാനായിട്ട് പോയി. അത് ഒരു ഇന്റർനാഷണൽ ടീം കോർഡിനേറ്ററാണ്, ഇംഗ്ലണ്ടിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്, തൃശ്ശൂർ സ്വദേശിയാണ്. മധുമാവേലി സാറിന്റെ അറിയാം, രാജേഷ് ജെ കൊളനാട് എന്ന് പറയുന്ന വ്യക്തിയാണ് കാണാൻ പോകുന്നത്. അദ്ദേഹം തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ കുട്ടഞ്ചേരി ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ വൈഫ് ഒരു ടീച്ചറാണ്. അപ്പോൾ 6 ഓ 4 അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നത്. 2014 ജനുവരിയിലാണ് കാണാൻ പോകുന്നത്. അപ്പൊ അദ്ദേഹത്തിനെ സംബന്ധിച്ച് കണ്ടു സംസാരിച്ച സമയത്ത് അദ്ദേഹത്തിന്റെ മിസ്സിസ് ചോദിച്ചു, ആ ടീച്ചർ ചോദിച്ചിരുന്നത്, അപ്പൊ ഞാൻ ആദ്യം തന്നെ ഈ സോപ്പ് പേസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സൂചിപ്പിച്ചത്. അപ്പൊ കുറച്ച് സോപ്പ് വേണം അല്ലെങ്കിൽ പേസ്റ്റ് വേണം, എവിടെ നിന്ന് ഉപയോഗിച്ചു? അദ്ദേഹം ഞാൻ പറഞ്ഞു കോയമ്പത്തൂർ പോകണം വാങ്ങാനായിട്ട്. ഒരു 50 രൂപ, അതായത് സോപ്പ് മേടിക്കാൻ എവിടെ പോകണം? തൃശ്ശൂരുള്ള വ്യക്തി കോയമ്പത്തൂർ പോകണം, അതല്ലെങ്കിൽ പേസ്റ്റ് മേടിക്കാൻ കോയമ്പത്തൂർ പോകണം. ആ കാലഘട്ടത്തിലാണ് ഞങ്ങളെ ബിസിനസ് ചെയ്തത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളെ സംബന്ധിച്ചത് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. അദ്ദേഹം ചോദിച്ചത് ഞാൻ പറഞ്ഞു സോപ്പ് മേടിക്കാൻ വേണ്ടി കോയമ്പത്തൂർ പോകും, തൃശ്ശൂരുള്ള ഒരാള്. ഇത് പ്രായോഗികമാണത്, എവിടെ നടക്കുന്നതാണ് ചോദിച്ചത്. കാരണം അന്ന് കേരളത്തിൽ സ്റ്റോറൊന്നുമില്ല. ആ കാലഘട്ടത്തിൽ ബിസിനസ് ചെയ്തു വരുന്നുണ്ടെങ്കിൽ ഇന്ന് കമ്പനി എല്ലാ സൗകര്യങ്ങളും ഒരുക്കുകയാണ്, ഏറ്റവും സുഗമമായിട്ട് പാതയിരിക്കുകയാണ്. നമ്മൾ പറയില്ലേ, സ്ട്രിക്റ്റ് ലൈനിൽ കൂടിയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് കമ്പനി എല്ലാ ഒരു മാനേജ്മെന്റിനെ സംബന്ധിച്ച് സുഗമമായിട്ട് ബിസിനസ് ചെയ്യാനുള്ള എല്ലാ സാഹചര്യങ്ങളും കമ്പനി ഒരുക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു ഡിസ്ട്രിബ്യൂട്ടർക്ക് വളരാൻ ആവശ്യമായുള്ള എല്ലാ ട്രെയിനിങ്ങും പ്രോഗ്രാമുകളും കൃത്യമായിട്ട് ബിസിനസിന്റെ ലീഡേഴ്സ് അതാത് കാലഘട്ടത്തിൽ ആവശ്യമുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകളെല്ലാം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഡിസ്ട്രിബ്യൂട്ടർക്ക് വളരാൻ ആവശ്യമുള്ള എല്ലാ സാധ്യതകളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഓരോ വ്യക്തികളുടെയും കൈപ്പിടിയിരിക്കുന്ന ഈ ബിസിനസ് അവസരത്തിന്റെ വലിപ്പം ഒന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കാരണം പല വ്യക്തികൾക്കും ഉൾക്കൊള്ളാൻ സാധിക്കില്ല. കാരണം ഒരു 10,000 രൂപയുടെ പ്രോഡക്റ്റ് മേടിച്ച് സോപ്പും പേസ്റ്റൊക്കെ മേടിച്ച് ഇത്രയും ജീവിതത്തിലെ സ്വപ്നങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ആണെന്ന് പറയുന്ന സമയത്ത് ഈ നാട്ടിലെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ ഒരു കാലഘട്ടം ചിന്തിക്കുന്ന സമയത്ത് ഒരിക്കലും എനിക്കും നിങ്ങൾക്കും ഉൾക്കൊള്ളാൻ പറ്റില്ല. പക്ഷെ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ പവർ എന്ന് പറയുന്നത് മാൻ പവർ ഡ്യൂപ്ലിക്കേഷൻ ആണ്. മനുഷ്യ പ്രയത്നങ്ങളുടെ ദുരിതങ്ങളാണ് ഈ ബിസിനസിന്റെ ശക്തി എന്ന് പറയുന്നത്. ഇന്ന് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ബിസിനസ് നിങ്ങളുടെ ഡൗൺലൈൻ വ്യക്തികൾ മുന്നോട്ട് കൊണ്ടുപോകും. നിങ്ങളുടെ ഈ ബിസിനസിന്റെ അച്ചീവേഴ്സ് ആക്കാനായിട്ട് സാധിക്കുന്ന കഴിവുള്ള വ്യക്തികളാണ് നിങ്ങളുടെ കൂടെ വരുന്നത്. അവരാണ് ഈ ബിസിനസിനെ ഡെവലപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ബിസിനസിന്റെ ശക്തി എന്ന് പറയുന്നത് മനുഷ്യ പ്രയത്നങ്ങളുടെ മൂലമാണ്. മാൻ പവർ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ പവർ എന്ന് പറയുന്ന ശക്തി എന്ന് പറയുന്നത് ഒരിക്കലും അത് എങ്ങനെയായി തീരുമെന്ന് പറയാൻ സാധിക്കില്ല. വേറെ ഏതിനെ കുറിച്ച് പ്രവചിക്കാൻ പറ്റും, ഒരു മനുഷ്യനെ കുറിച്ച് പ്രവചിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് ഏറ്റവും നല്ല കാലഘട്ടമാണ്. ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി ഇന്ത്യൻ മാർക്കറ്റ് സ്റ്റഡി ചെയ്ത് അതിന്റെ വിദഗ്ധരായിട്ടുള്ള വ്യക്തികൾ പറയുന്ന കാര്യം ഞാൻ പറയുന്നതോ നമ്മുടെ കമ്പനി മാനേജ്മെന്റ് പറയുന്നതല്ല. ഇന്ന് ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയെ കുറിച്ച് അല്ലെങ്കിൽ ഈ വ്യവസായത്തെ കുറിച്ച് ഇന്ത്യൻ മാർക്കറ്റ് സ്റ്റഡി ചെയ്ത് വിദഗ്ധരായിട്ടുള്ള വ്യക്തികൾ പറയുന്നു, വരാൻ പോകുന്ന 25 വർഷം ഡയറക്ട് സെല്ലിംഗിന്റെ സുവർണ കാലഘട്ടമായിരിക്കും, ഗോൾഡൻ എറയായിരിക്കും, കുതിച്ചുചാട്ടുന്ന കാലഘട്ടമായിരിക്കും എന്നാണ് പറയുന്നത്. അത്തരത്തിലൊരു സുവർണ കാലഘട്ടത്തിൽ ബിസിനസ് ചെയ്യാനായിട്ട് അവസരം ബാക്കി ലഭിച്ച വ്യക്തികളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഈ കോവിഡിന് ശേഷം വന്നിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട കാര്യം, ന്യൂട്രീഷൻ ഫുഡ് സപ്ലിമെന്റുകൾ, വെൽനസ് പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുന്ന ഒരു വലിയ സമൂഹം നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും ഉണ്ടായിരിക്കുകയാണ്. വരാൻ പോകുന്ന ഒരു കാലഘട്ടം വെൽനസ് ഇൻഡസ്ട്രിയുടെ സുവർണ കാലഘട്ടമായിരിക്കും. ആ കാര്യത്തിൽ നമ്മുടെ കമ്പനി ധാരാളം വെൽനസ് പ്രോഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യുന്നത്. അത്തരത്തിലുള്ള ഏറ്റവും മനോഹരമായ ഒരു കാലഘട്ടത്തിലാണ് ഈ ബിസിനസ് നമ്മൾ ഓരോ വ്യക്തികളും അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ കമ്പനിയുടെ വലിപ്പം, ഈ ഇൻഡസ്ട്രിയുടെ വലിപ്പം, ഈ ബിസിനസിന്റെ സാധ്യതകൾ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കണം. നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്യണം, ഉറച്ചു നിൽക്കാനായിട്ട് സാധിക്കും. കാരണം ഈ ബിസിനസ്സിൽ അച്ചീവേഴ്സ് ആയ വ്യക്തികൾ ആരെടുത്ത് പരിശോധിച്ചാലും
അവർ സ്റ്റിക്ക് ഓൺ ചെയ്ത വ്യക്തികളാണ്, ഉറച്ചു നിന്ന വ്യക്തികളാണ്. ലീഡേഴ്സുമായിട്ട് അസോസിയേറ്റ് കൈകോർത്തുകൊണ്ട് ഉറച്ചു നിന്ന വ്യക്തികളെ സംബന്ധിച്ച് അവർക്ക് വലിയ വലിയ സ്വപ്നങ്ങൾ കണ്ടിരിക്കാനായിട്ട് സാധിക്കുന്നു. ഏറ്റവും അഭിമാനത്തോടുന്ന ഒരു കാര്യമാണ് മുന്നോട്ട് പോകുന്ന സമയത്ത്. ഞാൻ അവിടെ ഇരുന്ന് മധുമാവലി സാറോട് പറയായിരുന്നു. കാരണം നമ്മൾ കുറച്ച് വർഷങ്ങളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് സ്ത്രീ ശാക്തീകരണം, സ്ത്രീ ശാക്തീകരണം, സ്ത്രീ സമത്വം. ശരിയാണല്ലേ? അത് ഏറ്റവും എടുത്തു പറയുന്ന കാര്യം, ആ കാര്യത്തിൽ ഒരു ഏഴ് മെമ്പർ ആകുന്ന സമയത്ത് ഉണ്ടാകുന്ന നമുക്ക് കിട്ടുന്ന അംഗീകാരം, ആദരവ് ഒരു ചെറുതല്ല. കാരണം ഞാൻ അവിടെ ഇരിക്കുന്ന സമയത്ത് കണ്ടൊരു കാര്യം എന്ന് പറയുന്നത്, ഈ സ്റ്റേജിലേക്ക് വരുന്ന അച്ചീവേഴ്സ്, ഈ വിക്ടറി സ്റ്റാൻഡിൽ കയറുന്ന അച്ചീവേഴ്സിനെ കണ്ട സമയത്ത് വലിയ അഭിമാനവും സന്തോഷവും തോന്നും. കാരണം ഈ പറയുന്ന സ്ത്രീ ശാക്തീകരണത്തിന്റെ യഥാർത്ഥ നില എന്ന് പറയുന്നത്, യഥാർത്ഥ സ്ഥലം എന്ന് പറയുന്നത് എനിക്ക് തോന്നിയൊരു കാര്യമാണ് നമ്മുടെ ഹൈലൈറ്റ് മാർക്കറ്റിംഗ്. കാരണം അതൊരു ചെറിയ കാര്യമല്ല, വലിയ അഭിമാനം തോന്നി. കാരണം ഈ മുൻനിരയിലിരിക്കുന്ന വ്യക്തികളൊക്കെ സാധാരണ വ്യക്തികൾ, സാധാരണ വിദ്യാഭ്യാസം, സാധാരണ കുടുംബ സാഹചര്യങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്ത പ്രായമുള്ള വ്യക്തികൾ. അവരെ സംബന്ധിച്ച് ഒരു അംഗീകാരം കിട്ടുക, ചെറിയ ചെറിയ കൊച്ചു വരുമാനങ്ങൾ കിട്ടുക, അതും ഈ പറയുന്ന വലിയ വലിയ സപ്പോർട്ടോടുകൂടി, ടീം വർക്കോടുകൂടി അത് സാധിക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. കാരണം വലിയ അഭിമാനവും സന്തോഷവും കൂടി. ഇനി ഇവിടെ ഇരിക്കുന്ന ജനസിനെ സംബന്ധിച്ച് എന്നോട് വേറെ ദേഷ്യം തോന്നരുത്, ഇതിന് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത്, കാരണം അവർ പുറത്തുള്ള സാഹചര്യങ്ങളും സാധ്യതകളും ഉള്ള വ്യക്തികളാണ്. ശരിയാണല്ലേ? ആ കാര്യത്തിൽ ഇവരെ സംബന്ധിച്ചുള്ള കാര്യം എന്ന് പറയുന്നത്, ഞാൻ സാറ് പറഞ്ഞു നോക്കിയ സമയത്ത് നേരെ തരികയായിട്ട് വരുന്നു, വിക്ടറി സ്റ്റാൻഡിൽ കയറുന്നു, ഓട്ടൊക്കെ ഇട്ട് ഭയങ്കര സ്റ്റൈലായിട്ട് വരിക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമാണ്, ഒരു അംഗീകാരം കിട്ടുക എന്ന് പറയുന്നത്. അപ്പൊ അവർക്കൊരു ബിഗ് സല്യൂട്ട്. നിങ്ങൾ ഈ കാര്യം മെയിൻറ്റെയിൻ ചെയ്യണം. ബിസിനസ് അവസരം നഷ്ടപ്പെടുത്തിക്കരുത്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, 2025 മാർച്ച് 8 ഒരു ഗംഭീര പ്രോഗ്രാം നടത്തുന്നത് ഞാൻ സാറോട് പറഞ്ഞു. കാരണം മാർച്ച് 8 പ്രത്യേകത എന്താണ്? വൈകുന്നേരം മാത്രമാണ് പ്രോത്സാഹിപ്പിക്കുന്നത്, അതല്ല. അവരെ സംബന്ധിച്ചുള്ള കാര്യം എന്ന് പറയുന്നത് അവർക്ക് പ്രോത്സാഹനം കൊടുക്കണം. കാരണം അവരെ സംബന്ധിച്ച് കുറച്ച് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനും അവർക്ക് ആവശ്യമായ ഒട്ടനവധി വ്യത്യസ്ത കഴിവുകളുണ്ട്. അത് ഉപയോഗിക്കാനുള്ള സാഹചര്യം കിട്ടുന്നില്ല. ആ കാര്യം കൂടിയുണ്ട്. അതിൽ 100% അഭിമാനത്തോടുകൂടിയാണ്, സന്തോഷത്തോടെയാണ് ഞാൻ സ്റ്റേജിൽ നിൽക്കുന്നത്. കാരണം അത് മറ്റൊന്നുമല്ല, ഈ കാരണം ഓക്കെ. കൂടാതെ ഇവിടെ 2 വ്യക്തികൾ ഈ നിൽക്കുന്ന ആശ ടീച്ചർ ഇഞ്ഞാലക്കുട, അതുപോലെ തന്നെ സ്മിത മേഡം, സ്മിത ബെങ്കർ മേഡം വളരെ മനോഹരമായിട്ടാണ് എന്ത് ചെയ്യുന്നത്. അതായത് ഞാൻ കണ്ട കാര്യത്തിൽ പറയും, എന്തിനും കാശ് മുടക്കി കോമ്പയർ ചെയ്യാനായിട്ട് ഏതെങ്കിലും നാട്ടിലെ ആൾക്കാരെ വെച്ചുകൊണ്ടൊരു കാര്യമുണ്ടോ? ഞാൻ നോക്കിയ സമയത്ത് നമ്മളൊക്കെ മുൻകാലഘട്ടം ചെയ്തത് ഇവിടെ വളരെ മനോഹരമായിട്ടും, അതും 2 ലേഡീസും, 2 വ്യക്തികൾ ഒരു ശീലം ഇല്ലാണ്ട് അലകിക്കൊണ്ടിരിക്കുകയാണ്. ടീച്ചറും അതുപോലെ തന്നെ അവർക്ക് അഭിനന്ദനങ്ങൾ, അനുമോദനങ്ങൾ. വളരെ മനോഹരമായിട്ട് പ്രോഗ്രാം പോട്ടെ. ഈ അവസരത്തിൽ കൂടുതൽ ട്രെയിനിങ്ങിലേക്കോ മറ്റുള്ള കാര്യങ്ങളിലേക്കോ പോകേണ്ട സമയമല്ല. കാരണം എന്താണ്, ഇത് നമ്മുടെ ഒരു സെലിബ്രേഷൻ പ്രോഗ്രാമാണ്. ഇന്നത്തെ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് മനുഷ്യൻ സാമ്പത്തികത്തോടൊപ്പം തന്നെ രണ്ടാമത് ആഗ്രഹിക്കുന്ന കാര്യമാണ് അംഗീകാരം. ശരിയാണല്ലേ? വേറെ ഒരു മേഖലയിലും ഒരു ബിസിനസ് ചെയ്യുന്ന വ്യക്തിക്ക് അംഗീകാരം കൊടുക്കും. ഇവിടെ കാറ് മേടിച്ച അംഗീകാരം, ഈ നാട്ടുകാരിൽ കാറ് മേടിച്ച എല്ലാവരും പോയി അദ്ദേഹത്തിന് തലയിൽ കുപ്പിച്ചു കൊടുക്കും. ഇവിടെ കിട്ടും. ശരിയല്ലേ? ഇവിടെ നമ്മൾ ഏത് കാര്യത്തിലും പ്രചോദനവും അംഗീകാരം കൊടുക്കുന്നത്. കാരണം മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സാമ്പത്തികത്തോടൊപ്പം തന്നെ രണ്ടാമത് ആഗ്രഹിക്കുന്ന കാര്യമാണ് അംഗീകാരം. അംഗീകാരം കൊടുക്കുക അച്ചീവേഴ്സിനെ സംബന്ധിച്ച് അവരുടെ കൃത്യമായിട്ട് പ്രവർത്തനത്തിന് തത്തുല്യമായിട്ടുള്ള വരുമാനത്തോടൊപ്പം തന്നെ അതിന് അച്ചീവേഴ്സ് ആകുന്ന വ്യക്തികളെ അനുമോദിക്കുന്ന ഒരു പ്രോഗ്രാം കൂടിയാണ്. അതുകൊണ്ട് കൂടുതൽ സംസാരത്തിന് വലിയ പ്രസക്തിയില്ല. നമ്മുടെ പ്രോഗ്രാം കൃത്യമായിട്ടാണ് ഫോറോഗ്രാമിന് പോസ്റ്റ് ചെയ്യും. ഇപ്പോൾ കറക്റ്റ് ടൈം പാലിച്ചാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഈ പറയുന്ന ആളിലിരിക്കുന്ന വ്യക്തികളുടെ ലീഡേഴ്സ് എല്ലാം പൂർണ്ണ സഹകരണമുണ്ട്. ഒരിക്കൽ കൂടി ഈ പ്രോഗ്രാം വിജയിപ്പിക്കാനായിട്ട് നെടുന്തൂണുകളായിട്ട് നിന്ന ലീഡേഴ്സ് ഉണ്ട്. ആ ലീഡേഴ്സിന്റെ കഠിനാധ്വാനമാണ് ഈ പ്രോഗ്രാമിന്റെ വിജയം. ഓരോ ഡിസ്ട്രിബ്യൂട്ടർ മുതൽ ഇവിടെ ഈ പ്രോഗ്രാം GRB ബിസിനസിന്റെ ഫൗണ്ടറായ മധു മാവേലി സാർ വരെയുള്ള വ്യക്തികളുടെ ഒറ്റക്കെട്ടായിട്ടുള്ള ഒരു ടീം വർക്കിന്റെ ഫലമാണ് ഈ പറയുന്ന ഈ പ്രോഗ്രാമിന്റെ വിജയം.